അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ സിസ്റ്ററെ കല്യാണം, അതെ സിസ്റ്റർ പറഞ്ഞാൽ മൂത്തമ്മാൻ്റെ മകൻ്റെ കുട്ടീൻ്റെ കല്യാണത്തിൻ്റെ ഒരു ഫംഗ്ഷനിലാണ്. അപ്പോൾ നിക്കാഹിൻ്റെ പരിപാടിക്കും വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇപ്പോൾ ചെക്കനും പെണ്ണിൻ്റെ ഫാദറും മുല്ലന്മാരൊക്കെ വന്ന് നിക്കാഹ് നടത്തുന്ന പരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിക്കാഹൊക്കെ കഴിഞ്ഞ് മധുരം കൊടുക്കണം, അതായത് അണ്ടിപ്പരിപ്പ് സ്നാക്സ്, അണ്ടിപ്പരിപ്പ്, ബദാം, ഈത്തപ്പഴം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ആ പരിപാടികളാണ് കണ്ടുപോകുന്നത്. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞ് അതിൻ്റെയൊക്കെ പരിപാടികളൊക്കെ കാണണം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. സംഗതി നിക്കാഹ് നടക്കണം എന്താ വെച്ചാൽ എൻ്റെ വീടിൻ്റെ തൊട്ട് കുറച്ചൊരു 2 കിലോമീറ്റർ 3 കിലോമീറ്ററിൻ്റെ ഒരു ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത് കേട്ടോ. വീട് ഓഡിറ്റോറിയം കാരണങ്ങളൊക്കെ എല്ലാവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ചെക്കൻ്റെ ഒപ്പം വന്ന ടീമാണ് ഈ നിൽക്കുന്ന ആൾക്കാർ മുഴുവനും. അപ്പോൾ ഈ നിക്കാഹിന് കൂടുതൽ ആളൊന്നുമില്ല, കാര്യപ്പെട്ട ആൾക്കാർ, ചെക്കൻ്റെ ആളുകളും പെണ്ണിൻ്റെ ടീമും കുറച്ച് കാര്യപ്പെട്ട ആളുകളൊക്കെ വന്നുകൊണ്ട് നിക്കാഹൊക്കെ കഴിഞ്ഞ് അവിടെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് ചെക്കൻ്റെ നല്ല അടിപൊളി കാറാണ്. ചെക്കൻ്റെ തുണക്കാരൻ്റെ കാരം പുതിയാപ്പിള വരാൻ വേണ്ടിയിട്ട് ഓന് ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിൽ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിങ്ങനെ കണ്ടപ്പോൾ നമ്മളൊന്ന് ഏതായാലും നോക്കിയില്ല, ഒന്നാണ്ട് എടുത്തു പോന്നു, വീഡിയോ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെണ്ണിൻ്റെ ഒരു ഏകദേശം 2 കിലോമീറ്റർ അപ്പുറത്താണ് ഓഡിറ്റോറിയം കിടക്കുന്നത്. അവിടുന്ന് ഓഡിറ്റോറിയത്തിന് ഫുഡൊക്കെ റെഡിയായി ഇങ്ങനെ കാറ്ററിങ്ങിൻ്റെ ടീമിനെ കേൾപ്പിച്ച് ഫുഡൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ച് സ്റ്റേജൊക്കെ നല്ല അടിപൊളിയിൽ ഡെക്കറേഷൻ ചെയ്ത് അലങ്കരിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആളുകളൊക്കെ ഇങ്ങനെ എത്തി തുടങ്ങണുള്ളൂ, ആൾക്കാരൊന്നും എത്തി തുടങ്ങിയിട്ടില്ല, ഏകദേശമൊക്കെ എത്തി തുടങ്ങണുള്ളൂ. കാര്യപ്പെട്ട ആൾക്കാരൊക്കെ ഇങ്ങനെ എത്തിയിട്ടുണ്ട്, ബാക്കി ഇങ്ങനെ. അപ്പോൾ വന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കാനാണ്ട് പിടിച്ചിരുത്തിക്കാണ്ട് ഭക്ഷണം കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ പെണ്ണിനും ഭക്ഷണത്തിന് ഇരുത്തി. അപ്പോൾ പെണ്ണ് ചോദിച്ചാണ് വ്ളോഗാണെന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ നമ്മളെ ഫാമിലി തന്നെയാണ് കേട്ടോ, പെണ്ണിൻ്റെയും ചെക്കൻ്റെയൊക്കെ, അതായത് ചെക്കൻ്റെ അല്ല പെണ്ണിൻ്റെ ഫാമിലിയാണ്. പിന്നെ ഇങ്ങനെ കീപ്പട്ടിങ്ങനെ നോക്കിയപ്പോൾ ആൾക്കാരൊക്കെ ജോറായി, ഇങ്ങനെ ഓഡിറ്റോറിയത്തിൽ ആൾക്കാരൊക്കെ നിറഞ്ഞ് അവിടെ ഇപ്പോൾ സ്റ്റേജിൽ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. ഓഡിറ്റോറിയത്തിൽ സീറ്റിലൊക്കെ ആൾക്കാർ നിറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ റാത്തായി ഇങ്ങനെ ഇരിക്കുക. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. ഞാൻ ഒരു ബാൽക്കണിയിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. സ്റ്റേജിൽ പെണ്ണവിടെ നിൽക്കുന്നുണ്ട്, അത് നമ്മളതിനെ ഫോക്കസ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. എങ്ങനെ ഏതായാലും നല്ല അടിപൊളി കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് പുരുഷന്മാർ, അത് ആണുങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ ഒരു സ്ഥലമുണ്ട്. അവിടെ ആണുങ്ങളും കഴിക്കേണ്ട തൊട്ടപ്പുറത്ത് തന്നെയാണ് പെണ്ണുങ്ങൾക്കും ഇരിക്കാനുള്ളത്. അപ്പോൾ ഫുഡിൻ്റെ സെക്ഷനിലൊക്കെ ആൾക്കാർ ഫുള്ള് നിറഞ്ഞ് ആയിക്കിട്ടുണ്ട്. ആൾക്കാരൊക്കെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ട് പോകണം, ഭക്ഷണം പോകണം, ഇങ്ങനെ പരിപാടികളെല്ലാം സജീവമായി ജോറായി നടക്കുന്ന. അപ്പുറത്ത് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അങ്ങനെ ജോറായി നടക്കുന്നുണ്ട്. ഇത് പെണ്ണിൻ്റെ ഫ്രണ്ട്സുകളാണ്. അവിടെ നല്ല അടിപൊളി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്, ഓരോ ഫ്രണ്ട്സും കാര്യങ്ങളും. ഇത് പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയാണ്. എൻ്റെ അമ്മ അപ്പുറത്താണ്, നമ്മളെ ഫാമിലിയാണ്, ഫുൾ ഫാമിലിയാണ്. ക്യാമറയിൽ കൊള്ളാത്തതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് വീഡിയോ എടുത്തു എന്നുള്ളൂ. ഇത് പിന്നെ പെണ്ണിൻ്റെ ഫാമിലിയാണ്. പെണ്ണിൻ്റെ ഫാദറുണ്ട്, പെണ്ണുണ്ട്, മോൻ്റെ പെണ്ണിൻ്റെ വല്യപ്പ, അങ്ങനെ അളാപ്പ, മൂത്താപ്പ. അതിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മളെ ചെക്കൻ്റെ വരുന്ന വരവും കാത്ത് നമ്മളിങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ചെക്കൻ്റെ അളിയന്മാരാണ്, ചെറിയ അളിയന്മാരാണ് ആ മുന്നിൽ നിൽക്കണം. അതിൻ്റെ ബാക്കിൽ ആൾക്കുണ്ട്. അപ്പോഴാണ് പുതിയാപ്പിള വരുന്ന ചെക്കൻ വരുന്ന വരവും നമ്മളെ പുതിയ കാറിലിങ്ങനെ വന്നിറങ്ങണത്. നല്ല അടിപൊളി കാഴ്ചയാണ് കണ്ടത്. നല്ല പെരും മയത്ത് പുതിയ വണ്ടിയിൽ ഇങ്ങനെ വന്നിറങ്ങിയതും അളിയന്മാർ ബൊക്ക കൊടുത്ത് സ്വീകരിക്കലും കെട്ടിപ്പിടിക്കലും എന്തൊക്കെയായിരുന്നു ജോറായ പരിപാടി. അതിൻ്റെ അടിയിൽ കൂടെ ചെക്കൻ്റെ ടീം ഈ മറ്റേ കളർ കുറ്റി കത്തിക്കലും, ആ കളർ കുറ്റി കത്തിച്ചത് ഫുള്ള് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്കും, എന്താ പറയുക, ആകെ ജോറായ പരിപാടി, വമ്പം പരിപാടി. ഏതായാലും ഗംഭീര പരിപാടിയാണ്. അതിൻ്റെ അടി കൂടെ ക്യാമറമാരെ ഫോട്ടോഷൂട്ടും ഇതാണ്.
ഈ പുകട് കത്തിച്ചോട് കൂടി എത്താണ് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്കാണ് ഫുള്ള് പോയത്. നല്ല കാറ്റ്, നല്ല കാറ്റടിച്ചുകൊണ്ടേ പെരും മഴയത്ത് പെരും മഴയാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഓഡിറ്റോറിയത്തേക്ക് നേരെ ഇരുത്തി കൊടുക്ക് ഫുഡിങ്ങിൻ്റെ സെക്ഷനൊക്കെ നേരെ ഇരുത്തി. എന്താ വെച്ചാൽ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികൾ നോക്കാൻ വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തത്. അപ്പോൾ അങ്ങനെ നേരെ ഫുഡൊക്കെ കഴിച്ച് നല്ല ചപ്പാത്തിയും ചിക്കൻ കടായും അങ്ങനെ കൊടുത്തുകാണ്ട് ഏതായാലും വമ്പം പരിപാടിയേനി. അതിൻ്റെ അടിയിൽ കൂടെ ചെക്കനും ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മളറിയുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ. നമ്മളെ തൊട്ട് അപ്പുറം 2 കിലോമീറ്റർ അപ്പുറമുള്ളൊരു ഡിസ്റ്റൻസ് ഉള്ളു പെണ്ണിൻ്റെ വീടും ചെക്കൻ്റെ വീടും. ഓഡിറ്റോറിയം ഒരു 4-5 കിലോമീറ്റർ അപ്പുറമാണ് ഉള്ളത്. ഓല കൂട്ടത്തിൽ പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ. പെണ്ണുങ്ങൾക്ക് അതേമാതിരി ഒരേ ലെവലിൽ നമ്മൾ ഭക്ഷണം അവിടെ വെച്ച് നിർത്തി കൊടുത്തു. അതിൻ്റെ ഒപ്പം പെണ്ണുങ്ങളും ആണുങ്ങൾ ഏതായാലും എല്ലാവർക്കും ഭക്ഷണം ഇരുത്തി ഭക്ഷണം കൊടുത്ത് സംഭവം ഉഷാറാക്കി, പരിപാടി ജോറാക്കി. ഇപ്പോൾ വീഡിയോ എടുക്കണമല്ലോ ആരാണെന്ന് പറയണ്ടേ, ആരാണെന്ന് കാണണ്ടേ? എന്താണ് ഞാൻ തന്നെയാണ് വീഡിയോ എടുത്തത്. നമ്മളെ എടുക്കാൻ ആരുമില്ല. അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മളെ വീഡിയോ എടുത്തത്. ഇത് പിന്നെ പെണ്ണിൻ്റെ അമ്മയും വല്യമ്മയും അങ്ങനെയുള്ള ബാക്കിയുള്ള ടീമൊക്കെയാണ്. ബാക്കിൽ നിന്നാണ് ഇങ്ങനെ കുശലാന്വേഷണം പറയണേ. ബാക്കിൽ നിന്നാണ് ഇങ്ങനെ ഡിസ്കസും കാര്യങ്ങളൊക്കെ കളിച്ചാണ്. പിന്നെ ചെക്കൻ്റെ ടീം വന്നാണ് ചെക്കൻ്റെ ഫാമിലി ഒന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി. ഒച്ചമ്പിളി നായാട്ട് എന്താ പറയുക, ഓഡിറ്റോറിയത്തിൽ ഫുള്ള് ഒച്ചമ്പിളി നായാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വമ്പം പരിപാടിയായിരുന്നു. അതിൻ്റെ അടിയിൽ കൂടെ പെണ്ണും പെണ്ണിൻ്റെ ടീമും പെണ്ണിൻ്റെ ഫ്രണ്ട്സൊക്കെ പാടുന്നതാണ് മറ്റേ എന്താ പറയുക മഞ്ചക്കോ അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ എന്താ പറയുക, ചുരുക്കി പറഞ്ഞാൽ ആഘോഷിച്ച് പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന, ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പാട്ടൊക്കെ പാടിയാണ്ടാണ് കൊണ്ടുവരുന്നത്. ദഫൊക്കെ മുട്ടി, ദഫില്ല കൈയൊട്ടിക്കാണ്ടൊക്കെ വരുന്നത്. അതിൻ്റെ കൂടെ ചെക്കൻ്റെ ടീം ടാറ്റ കൊടുക്കാൻ പറയുന്നുണ്ട്. ഇവിടെ അങ്ങോട്ടും ടാറ്റ കൊടുക്കുന്നത്. ഏതായാലും ഗംഭീര പരിപാടികളായിരുന്നു. പിന്നെ എല്ലാ പരിപാടിക്കും ക്യാമറാമാന്മാരാണ് എല്ലാ പരിപാടി ഉഷാറാക്കാരന്മാർ. അതും ഇവിടെ അതേമാതിരി തന്നെ ക്യാമറാമാന്മാർ തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. ക്യാമറ പോരാത്തതുകൊണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ മൊബൈൽ ക്യാമറയും ചുരുക്കി പറഞ്ഞ ഒരുപാട് വമ്പം ഗംഭീര ഒരുപാട് ആളുകൾ ക്യാമറയിൽ എടുക്കുക, വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, അങ്ങനെയൊക്കെ ഒരു സംഭവമുള്ളൊരു പരിപാടികളായിരുന്നു. പിന്നെ പെണ്ണ് സ്റ്റേജിൽ കയറി, സ്റ്റേജിൽ നിന്ന് പിന്നെ ക്യാമറാമാൻ, പിന്നെ വേറെ പരിപാടികൾ പോലെ കേക്ക് മുറി, അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാ പരിപാടിയും വട്ടം കറക്കൽ, ചെറുക്കന്മാരെ പെണ്ണിനെ കൂട്ടി വട്ടം കറക്കൽ, എന്താ പറയുക, ജോറായ പരിപാടിയായിരുന്നു. ഇതിൻ്റെ അടിയൂടെയൊക്കെ എന്താ വെച്ചാൽ മറ്റേ എന്താ പറയുക, നല്ല സോങ്ങൊക്കെ ഉണ്ട്. പക്ഷേ ആ സോങ്ങൊന്നും ഇപ്പോൾ കൂടെ ഇടാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കോപ്പിറൈറ്റിന് പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വോയിസ് ഓവറൊക്കെ കൊടുക്കേണ്ട ഗതി വന്നത്. അല്ലെങ്കിൽ ആ സോങ്ങാണ് കയറ്റി വിട്ടാൽ മതി, പ്രശ്നമൊന്നുമില്ല. ചെക്കൻ്റെ ഫാമിലി ഒക്കെ പാടെ ഇവരെ കാട്ടിക്കൂട്ടനെ കാണാനേ അങ്ങനെ കാത്തിങ്ങനെ നിൽക്കുക, എന്താ ചെയ്യണത് എന്താണ്. അപ്പോൾ അവൻ്റെ ആക്ഷൻ കണ്ടില്ല, ചെയ്യ് പറഞ്ഞാണ്ട് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്താ ചെയ്യണതെന്ന്. അതിൻ്റെ അടി കൂടെയാണ് ഈ ചെയ്തത്. കണ്ടോളി, ബൊക്ക കൊടുക്കണ രംഗാണ്, അടിപൊളി രംഗാണ്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അതിൻ്റെ അടി കൂടെ ഒരു വട്ടം കറക്കാൻ പറഞ്ഞത്, ആ വട്ടം കറക്കുകയും ചെയ്ത് പമ്പരം കറങ്ങണമാതിരി കറങ്ങി വട്ടം കറക്കണേ. ഏതായാലും നല്ല കാഴ്ചയായിരുന്നു. പിന്നെ അതിൻ്റെ അടി കൂടെയാണ് കേക്ക് മുറിയും പടക്കമുറിയൊക്കെ ഉണ്ട്. നല്ല അടിപൊളി കേക്കൊക്കെയാണ്. കേക്കൊക്കെ മുറിച്ച് അതിൻ്റെ അടി കൂടെ പൂത്തിരി എത്തിച്ചിട്ടുണ്ട് ചെറുക്കന്മാർ. അവൻ്റെ ടീം പൂത്തിരി എത്തിച്ചിട്ടുണ്ട്. എല്ലാവരും പൂത്തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടി കൂടെ മറ്റേ പൊട്ടിച്ചണ ഇതുകൊണ്ട് ഒക്കെ കേക്കൊക്കെ കരപ്പായി, കേക്ക് മുടിയൊക്കെ ബൂണ്. ഏതായാലും കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. അതിൻ്റെ അടി കൂടെ പെണ്ണിൻ്റെ ഫ്രണ്ട്സുകൾ വന്ന് ഒരു എന്താ പറയുക, ബാക്കിലൊക്കെ നിന്ന് ചെക്കനൊരു സപ്പോർട്ടായി കണ്ട് പെണ്ണിന് ചെക്കനൊക്കെ ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് നല്ലൊരു അടിപൊളി കാഴ്ച.
അതിൻ്റെ അടി കൂടെ ഇതിൻ്റെ അടി കൂടെ മറ്റേ മുന്നിൽ 2 കുറ്റി ഉണ്ട്. ആ കുറ്റി ഇങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടാകും കരുതിന്. ആ കുറ്റി 2 പൊട്ടലുണ്ട്. ഒരു പൊട്ടൽ, ആ പൊട്ടണിയിൽ എല്ലാവരും ബേജാറായി, എല്ലാവരും പേടിച്ച് അതിൻ്റെ അടി കൂടെ കറക്കലും, ആ കറക്കണ അടിയിലാണ് പൊട്ടുന്നത്. അതിലൊരു ഗംഭീര പരിപാടിയാണ്, നല്ലൊരു അടിപൊളി കാഴ്ചയാണിത്. അതിൻ്റെ അടി കൂടെ കറക്ക് കറക്ക് കറക്കുക ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ വോയിസിലുണ്ടാവില്ല. ഏതായാലും നല്ല രസമുള്ള കാഴ്ചയായിരുന്നു. ഇതൊക്കെ തന്നെയാണ് കല്യാണം, ഇതൊക്കെ തന്നെ വീഡിയോസ് പറയണത്. ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോസിൽ കാര്യമായിട്ടും ഉള്ളത്. നമ്മളെ സിസ്റ്ററുടെ കല്യാണം എത്രത്തോളം ജോറാക്കാൻ പറ്റും അത്രത്തോളം ജോറാക്കിയിട്ടുണ്ട്. പിന്നെ പെണ്ണിനെയും കൊണ്ട് ചെക്കൻ പോവുകയാണ്. അതിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. പോണ സമയത്തും ചെക്കൻ വന്ന സമയത്തൊക്കെ നല്ല പെരും മഴയായിരുന്നു. ഇപ്പോൾ പോയ സമയത്തും പെരും മഴയാണ്. വണ്ടിയിൽ കയറി, പുതിയ വണ്ടിയിൽ കയറി ചെക്കനും പെണ്ണിനോട് എല്ലാവരോടും വാപ്പാനോടൊക്കെ സലാം പറഞ്ഞ് വണ്ടി എടുത്ത് ഒലി പോയി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് ഇങ്ങനെ സാധാരണ അങ്ങനെ പോണ പതിവൊക്കെ ആണല്ലോ. ആ പതിവ് അതേമാതിരി ഇവിടുന്ന് അങ്ങോട്ടും പോയി. അവിടുന്ന് പിന്നെ പെണ്ണിനെ അവിടുത്തെ മുതിർന്ന ആൾക്കാരെ കൈമാറി, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി കണ്ട് കൈയ്യൊടുത്ത് ഏൽപ്പിച്ചു കൊടുത്ത് അവിടെ തിരിച്ചു പോന്നു. ഇതാണ് ഈ ഒരു ചെറിയൊരു വീഡിയോസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.